ഹലോ ഡിയേഴ്സ്, +1 മാത്സിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ചാപ്റ്റർ പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് പോലും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകാം, മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ അനലൈസ് ചെയ്യുന്നത്. സോ അതിലോട്ട് നമുക്ക് പോകാം. അതിന് മുന്നേ 1 by 1 മാത്സ് ആകുമ്പോൾ സ്റ്റെപ്പ് എഴുതിയാൽ പോലും മാർക്കാണല്ലോ. അപ്പോൾ 1 by 1 ഞാൻ സ്റ്റെപ്പ് അടക്കം ഫൈനൽ ആൻസറിലോട്ട് എത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആൻസർ കീ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. ആ ഒരു ലോജിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ ഒരു ബൾബ് കത്തിക്കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്താവുന്ന രീതിയിലാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം റിയാലിറ്റി, അതിനകത്ത് ഒന്നും കൂട്ടിയിട്ടോ കുറച്ചോ പറയുന്നില്ല. കൃത്യമായ ഒരു ഫാക്ട് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ആൻസർ കീ അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പം അതിനകത്ത് ഇത് പലരെയും കുഴക്കിയിട്ടുണ്ടാകാം. രണ്ട് രീതിയിൽ ചെയ്യാം. 20, 100 എടുത്ത് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാം, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 100 140 എടുത്തിട്ട് ചെയ്യാം. 100 140 എടുത്ത് ആദ്യം ചെയ്തു, അപ്പോൾ -20 കിട്ടി. പിന്നെ +20 അവിടെ ഉണ്ട്, 0 ആയി. അല്ലെങ്കിൽ 100ഉം 20യും വെച്ച് 100 + 20/2 അങ്ങനെ ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താം. രണ്ട് രീതിയും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തവണ നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി ഡിഫിക്കൽറ്റി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ആൻസർ ചെയ്യാവുന്ന രീതിയിലേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പം +1ലാണ്. പിന്നെ ഈ ഒരു ലീനിയർ ഇനീക്വാലിറ്റിയുടെ സംഭവം അതിനകത്ത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ ഇതിൽ പലരെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആയിരിക്കും അതിനകത്ത് പലരെയും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു സംഭവം ഇതൊക്കെ അതിനകത്ത് കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെജോറിറ്റി വന്നവരായിരിക്കും പലരെയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. മാത്രമല്ല രണ്ടിൻ്റെയും കൂട്ടിയിട്ട് വേണം അതിനകത്ത് നമ്പർ ഓഫ് വേസ് കാണാൻ. അങ്ങനെ വരുമ്പം ആ ഒരു ഫൈനൽ റിസൾട്ടിലാണ് പലർക്കും ബുദ്ധിമുട്ട്. അല്ലാതെ സംബന്ധിച്ചിടത്തോളം അത് PYQ റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. മുന്നേ ഈ ഒരു കാറ്റഗറി കമ്മിറ്റിയൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു ഫൈനൽ റിസൾട്ടിലാണ് ഇതിനകത്ത് മെജോറിറ്റി ഒക്കെ വന്നപ്പോഴാണ് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവുക. ഇതും അങ്ങനെയാണ്. ഇതൊക്കെ അതിനകത്ത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിനെയാണ്. പക്ഷേ Y ആക്സിസിൽ ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ 0/0 എന്നുള്ള രീതിയിൽ ചെയ്താലേ ആൻസറിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഞാൻ പറയാം. അതിൻ്റെ ആൻസർ കീ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് പലർക്കും ഇതിനകത്ത് ഇതാണ് ഇത് ലോജിക്ക് കൃത്യമായി ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. എന്താണ് എക്സാമുകളൊക്കെ ആ ഒരു തുടക്കം തൊട്ടേ പഠിക്കുന്ന അവസാന സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് റിയാലിറ്റിയാണ് പറയുന്നത്. എക്സാം ഹാളിൽ എത്തുമ്പോൾ പലതും ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് തൊട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും എന്താണ് ഒന്ന് നോക്കി തലേന്നൊന്നും നോക്കി പോയിട്ടില്ലെങ്കിൽ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറവി ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തുടക്കം തൊട്ടേ പഠിക്കുന്നവർക്ക് ആ മറവിയെ എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കാണാതെ പഠിച്ചു പോയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയല്ല, മനസ്സിലാക്കി പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാകുന്ന ക്ലാസ്സുകളിൽ ജോയിൻ ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ ഫസ്റ്റ് തൊട്ടേ പഠിക്കാനും അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോലും എന്തല്ല പലരും ഈസി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം എന്താ, തുടക്കം തൊട്ടേ അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചവരാണ് അങ്ങനെ പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു. സോ അവസാനം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. തുടക്കം തൊട്ടേ പഠിക്കുക. കാരണം അവസാനം ശ്രമിച്ചാൽ മാർക്ക് അങ്ങ് വരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല യൂട്യൂബിലെ അവസാനത്തെ ലൈവുകളോ അതൊന്നും കണ്ടു കഴിഞ്ഞാൽ എത്താവുന്നതല്ല. +1ഉം +2 പ്രത്യേകിച്ച് +2 എന്നൊക്കെ പറഞ്ഞാൽ +1നെക്കാളും ഇനി എന്താണ് ഫിസിക്സ് കട്ടിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഇവിടെ ഇതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എളുപ്പമുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ 2π/3 ആണ് എന്ത് ബുദ്ധിമുട്ടാക്കിയത്. അവിടെ മൈനസ് വരും. അത് ഇവിടെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റൻ ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഡെറിവേറ്റീവ്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ ഡെറിവേറ്റീവ്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പിന്നെ ഇതും അതിനകത്ത് എളുപ്പമായിരുന്നു. ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതും നിങ്ങൾ പഠിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് പറ്റിച്ചിട്ടുണ്ടാവുക ഈ tan 2π/3 ആണ്. അത് മൈനസ് ആകുന്ന സമയത്ത് ഞാൻ ഇവിടെ റിസൾട്ട് എഴുതിയിട്ടുണ്ട് -√3 എന്നെടുക്കും. അവിടെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യൂ. അതുമാത്രമല്ല നമ്മുടെ ആ ഒരു ക്വസ്റ്റൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റൻ അതല്ല കേട്ടോ, മിക്കവരും തെറ്റിച്ചിട്ടുണ്ടാവുന്ന ക്വസ്റ്റൻ അതല്ല. ഇനി ഇത് എളുപ്പമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ നിങ്ങൾ അതിനകത്ത് അവസാനം പഠിച്ചാൽ എന്താണ്, മറവിയാണ് പ്രശ്നം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവസാനം അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല. മാത്രമല്ല ഫെയിലാകാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം +2 എന്താണ് കുറച്ച് ലെവൽ കൂടുതലാണ്. കാരണം ബയോളജി ആണെങ്കിലും ഈവൻ ബയോളജി അടക്കം ഞാൻ ഫിസിക്സ് എന്തായാലും അതിനകത്ത് കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവൽ തന്നെയാണ്. കെമിസ്ട്രി ഓർഗാനിക്കിൻ്റെ ഒരു പൂരമാണ്. പകുതിയിൽ കൂടുതൽ ഓർഗാനിക്കാണ്. ഒരുപാട് പേര് കെമിസ്ട്രിയിലാണ് +2ൽ ഫെയിലാകുന്നത്. കാരണം ഓർഗാനിക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ +1നെക്കാളും ഒരുപാട് ഹയർ ഡിഫിക്കൽറ്റിയാണ്. ആരെങ്കിലും +2ൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളെ +1കാരെ ഈ കാര്യം അറിയിക്കും. മാത്രമല്ല +2ൽ സമയം ഉണ്ടാവില്ല, സമയം പോകുന്നത് അങ്ങനെ അറിയില്ല, മോഡലും എക്സാമും പ്രാക്ടിക്കലും എല്ലാമായിട്ട്. അപ്പം ഇനിയിപ്പം കെമിസ്ട്രി പറഞ്ഞു, മാത്സ് പറഞ്ഞു, ബയോളജി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജെനറ്റിക്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിക്കുവാനുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മാറിയാൽ ഇത്തവണ ബോട്ടണി തന്നെ അറിയാം. +2 ബോട്ടണി അതിനകത്ത് പലരെയും ബുദ്ധിമുട്ടാക്കിയുന്ന രീതിയിലായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ ചെറുതായിട്ട് മാറ്റം വന്നു എന്നുള്ളതാണ്. CBSE-യുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ മാത്സ് പറഞ്ഞു. മാത്സിൻ്റെ കാര്യം, മാത്സ് കട്ടിയാണ്. കുറച്ച് നിങ്ങൾ പാസ് മാർക്കിനുള്ളത് എളുപ്പമുണ്ട്, മാട്രിക്സ് സോൾവ് ചെയ്യാനും കുറച്ചൊക്കെ. പക്ഷേ ബാക്കിയെല്ലാം കട്ടിയാണ് മാത്സ്. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും എല്ലാമാണ്.
അതായത് ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ ആ ഒരു സംഭവങ്ങളാണ് ഇതിനകത്ത് മെയിൻ, ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ. അപ്പം ഇതിനകത്ത് ഈ റോസ്റ്റർ ഫോം സംഭവങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ്, ഇതെല്ലാം ഞാൻ റിയാലിറ്റി പറയുന്നതാണ്. നിങ്ങൾ +2കാർ ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലേ എന്ന് പറയൂ. +1കാരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കൂ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലായിരിക്കും പലർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒന്ന് ടെസ്റ്റ് വന്നിട്ടുണ്ടാവും. മറ്റേ റിലേഷൻ നിങ്ങൾ പഠിക്കുന്നതല്ലേ, എളുപ്പമാണ്. ഇത് പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടാമത്തത് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പലർക്കും ചിലപ്പം 3rd ക്വാഡ്രൻ്റ് ആണ്, അത് ആൻസർ ചെയ്യാൻ. പിന്നെ അത് ആർഗൻ പ്ലെയിനിൽ അതിനകത്ത് ഇത് മാർക്ക് ചെയ്യാനൊക്കെയാണ്. ദെൻ ഇവിടെ ഇത് സംഭവം നിങ്ങൾക്ക് ഇത് പുതിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാകാം. ഡിജിറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലോട്ട് ഞാൻ വരാം. ഇതും അതിനകത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പഠിച്ച PYQമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന ഒരു പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മിഡ് പോയിന്റിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ ചെയ്യാം. ഇത് ആസ് യൂഷ്വൽ അതിനകത്ത്. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നമ്മൾ സെറ്റ്സിലും സ്റ്റാറ്റിറ്റിക്സിലും സ്റ്റെറ്റ്സ് നിങ്ങളെ രക്ഷിച്ചു, സ്റ്റാറ്റിറ്റിക്സ് നിങ്ങളെ രക്ഷിച്ചു, എലിപ്സ് നിങ്ങളെ രക്ഷിച്ചു. ഒരുപാട് നമ്മൾ ആ ലാസ്റ്റ് 20 മിനിറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ 20 മിനിറ്റ്സിലും 30+ മാർക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് അറിയിക്കും. ഒപ്പം തന്നെ ഇതിനകത്ത് എലിപ്സ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എലിപ്സ് മാത്രം പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് പലരെയും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എക്സ്പാൻഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഒക്കെയാണ് ചോദിക്കാറ്. പക്ഷേ എന്നിരുന്നാലും ചെയ്ത് ടൈം എടുത്തിട്ടുണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് അവസാനത്തിലോട്ട് മാറ്റിവെച്ചവരല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ. പിന്നെ ഇതൊക്കെ അതിനകത്ത് ചെറിയ ടെസ്റ്റുകൾ അവർ വരുത്തി എന്നുള്ളതാണ്. എന്നിരുന്നാലും അതിനകത്ത് എന്താണ് ആസ് യൂഷ്വൽ തന്നെ ബോൾസിൻ്റെ ഒക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. ബ്ലൂ ബോളും ബ്ലാക്ക് എന്താ പറയുക, ഇതിനകത്ത് ബ്ലൂ ബോളും റെഡ് ബോൾ, അതെ റെഡ് ബോളൊക്കെ റെഡും വൈറ്റ് ബ്ലാക്കും ഒക്കെ ആയിട്ട് വരും. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതല്ലേ. പിന്നെ ഫൈനലി അതവിടെ ആഡ് ചെയ്യാനുണ്ട്. അത് ചിലപ്പം അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക. എന്നിരുന്നാലും അതൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ഇത് ട്രിഗണോമെട്രി ശരിക്കും ഒരു ഹയർ ലെവൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി പഠിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നീട് അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ആ രീതിയിലായിരുന്നു. പിന്നെ ഇതിലും എന്താണ് ബേസിക് അറിഞ്ഞ് ഇതിലെ സംഭവമൊക്കെ ഓക്കെയാണ്, കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞാലും ഇതിൻ്റെ ന്യൂമറിക്കലിൽ എന്നൊക്കെ കണ്ടുപിടിക്കാനേ മാത്സ് അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ സോൾവ് ചെയ്യാനൊക്കെ കൃത്യമായി അറിയണം, എന്നാലേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ അതിനകത്ത് ആ ഡെറിവേറ്റീവ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. sin സ്ക്വയർ എക്സ് ആകുമ്പോൾ നമുക്കറിയാം സ്ക്വയർ ഫംഗ്ഷൻ്റെ ചെയ്യണം ആദ്യം, പിന്നെ sin എക്സിൻ്റെ ചെയ്യണം, അങ്ങനെ. പിന്നെ ഇത് ക്വസ്റ്റ്യൻ റൂൾ ആസ് യൂഷ്വൽ പഠിക്കുന്നതാണ്. പക്ഷേ എന്താണ് ഇതൊക്കെ ചെയ്ത് സമയമെടുക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പ്ലസ് മൈനസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ തെറ്റാനും ഒക്കെ ഉള്ള സാധ്യതകളിലോട്ട് വരുന്നതാണ്. പിന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു. പിന്നെ സ്റ്റാറ്റിറ്റിക്സ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആൻസർ കീ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും അധികം പേർ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണാം. അതിതാണ്. ഇവിടെയാണ് പലരും എന്ത് ചെയ്തത്, മിസ്റ്റേക്ക് വരുത്തിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവൻ അറിയുന്നവർ പോലും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകാം, മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാകാം. കാരണം ഇവിടെ എവിടെയാണ് ആ ഒരു എവിടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാ. ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 മാർക്കിന്റെ B കാറ്റഗറി നോക്കൂ നിങ്ങൾ. സെന്റർ ഒറിജിനിലാണ്, മേക്കിംഗ് ഇന്റർസെപ്റ്റ് 4 എന്നാണ്. മേക്കിംഗ് ഇന്റർസെപ്റ്റ് 4 എന്ന് പറഞ്ഞാൽ ടോട്ടൽ അതിന്റെ ലെങ്ത്, ഇന്റർസെപ്റ്റിന്റെ ലെങ്ത് 4 എന്നാണ്. അപ്പം അവിടുന്ന് റേഡിയസ് വരെ 2 ആണ്. പലരും എന്ത് ചെയ്തിട്ടുണ്ടാകുന്നത്, സർക്കിൾ എന്ത് ചെയ്യുന്നു, സർക്കിൾ ഒറിജിനിലൂടെ പോകുന്നു, ഇന്റർസെപ്റ്റ് ചെയ്യുന്നു 4 എന്ന് പറഞ്ഞിട്ട് റേഡിയസ് 4 എടുത്ത് എഴുതിയിട്ടുണ്ടാകാം. ഈ ഒരു മിസ്റ്റേക്ക് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് അതിനകത്ത് ഇന്റർസെപ്റ്റ് അറ്റ് എന്നാണെങ്കിൽ പോയിന്റ് ഇന്റർസെപ്റ്റ് ആൻഡ് ഒറിജിൻ ആൻഡ് മേക്കിംഗ് ഇന്റർസെപ്റ്റ് അറ്റ് എന്നായിരുന്നെങ്കിൽ അത് 4 കൊടുത്ത് ചെയ്യാമായിരുന്നു. പക്ഷേ മേക്കിംഗ് ഇന്റർസെപ്റ്റ് 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ടോട്ടൽ ഇന്റർസെപ്റ്റ് 4 ആണ്. അപ്പം സെന്ററിൽ നിന്ന് 2 ആണ് വരുന്നത്. അപ്പം അല്ലെങ്കിൽ 0.40 തന്നിരുന്നെങ്കിലും ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയനെ. പക്ഷേ ശരിക്കും ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. മേക്കിംഗ് ഇന്റർസെപ്റ്റ് 4 എന്ന് പറയുമ്പോൾ അതിനകത്ത് ടോട്ടൽ ഇന്റർസെപ്റ്റിന് നീളം 4 ആകുമ്പോൾ റേഡിയസ് എന്നത് 2 ആണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ x² y² r² എന്ന് പറയുമ്പോൾ 2 വരുന്നത്. സെന്റർ 0 0 പോയല്ലോ, r². അപ്പോൾ ഇത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യൂ. അപ്പം നമ്മുടെ +1 ബാച്ചിൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആവറേജ് ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എവിടെ ജോയിൻ ആവുക